BC 216 ഓഗസ്റ്റ് 2 തീയതി. ഔഫിഡിയസ് നദിക്ക് തെക്ക് കുന്നുകൾക്കിടയിൽ കാടിന്റെ മർമ്മരങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന രണ്ടു രൂപങ്ങൾ. അച്ഛനോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ വേട്ട പഠിക്കുകയായിരുന്നു. ഇരയെ കണ്ടപ്പോൾ അച്ഛൻ പതിയെ മന്ത്രിച്ചു, പ്രകൃതിയെ ഭയപ്പെടണം, അതേപോലെ തന്നെ ബഹുമാനിക്കുകയും വേണം. അതിനെ കീഴ്പ്പെടുത്തുന്നവർക്കാണ് മഹത്വം കാത്തിരിക്കുന്നത്. നീ ഇനി ഒരു പുരുഷനാകാൻ പോകുന്നു. അവൻ അമ്പും വില്ലുമെടുത്തു. അപ്പോഴേക്കും മാൻ വിറച്ചു ഓടിപ്പോയി. മൃഗത്തെ ഭയപ്പെടുത്തിയത് എന്താണെന്ന് അവർ ചുറ്റും നോക്കി. അവരുടെ കാതുകൾ കൂർപ്പിച്ചു. നിലവിളികൾ. ദൂരെ എവിടെ നിന്നോ വന്ന ആ നിലവിളികൾ അവരുടെ ശ്രദ്ധയാകർഷിച്ചു. പുൽമേടിനപ്പുറം താഴെയുള്ള സമതലത്തിൽ അവർ അത്ഭുതത്തോടെ കണ്ടത് കേനെ എന്ന പട്ടണത്തിനടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യുദ്ധമായിരുന്നു. രണ്ടാം ശൈത്യകാലം ഇറ്റലിയിൽ ചിലവഴിച്ച ഹാനിബാൽ ഒന്നാം പ്യൂണിക് യുദ്ധത്തിൽ റോമിനുണ്ടായതിനേക്കാൾ വലിയ നഷ്ടങ്ങൾ വരുത്തിയ പരാജയമറിയാത്ത സൈന്യത്തെ നയിക്കുകയായിരുന്നു. പല സൈന്യങ്ങളെയും നശിപ്പിച്ച് ഇഷ്ടം പോലെ ഇറ്റലിയിലൂടെ സഞ്ചരിച്ച് സമ്പന്നമായ ഗ്രാമപ്രദേശങ്ങളെ കൊള്ളയടിച്ച് തീയിട്ട് അദ്ദേഹത്തിന് മുന്നിൽ ആരുമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഹാനിബാലിന്റെ സൈന്യത്തെ പട്ടിണിക്കിടാൻ റോം നടത്തിയ കരിഞ്ഞ ഭൂമി തന്ത്രം വിജയിച്ചിരുന്നില്ല. ഇറ്റലിയിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത സാന്നിധ്യം റിപ്പബ്ലിക്കിന് വലിയ നാണക്കേടായിരുന്നു. എന്നാൽ സ്പെയിനിലും സിസിലിയിലും റോം നേടിയ വിജയങ്ങൾ വെറും ആശ്വാസങ്ങൾ മാത്രമായിരുന്നു. ഫാബിയസിന്റെ സ്വേച്ഛാധിപത്യം അതിന്റെ പ്രധാന ലക്ഷ്യത്തിൽ പരാജയപ്പെട്ടെങ്കിലും റോമിന് സൈന്യത്തെ പുനർനിർമ്മിക്കാൻ സമയം നൽകി. സെർവീലിയസിന്റെയും റെഗുലസിന്റെയും താൽക്കാലിക കമാൻഡിന് കീഴിലായിരുന്നു റോമൻ സൈന്യം. എന്നാൽ ഹാനിബാലിന്റെ പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുകയും സഖ്യകക്ഷികൾ കൂറുമാറുമോ എന്ന് ഭയക്കുകയും ചെയ്ത സെനറ്റ് ശൈത്യകാലത്ത് റിപ്പബ്ലിക്കിന്റെ വിഭവങ്ങൾ സമാഹരിച്ചു. പുതിയ കോൺസുലുകളായ ലൂസിയസ് എമീലിയസ് പൗലസും ഗായസ് ടെറന്റിയസ് വാരോയും റോം ഇതുവരെ യുദ്ധക്കളത്തിൽ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യത്തെ സംയുക്തമായി നയിച്ചു. ഈ സൈന്യത്തെ അടുത്ത മാസങ്ങളിൽ ഇറ്റലിയിൽ സമാഹരിച്ചും പരിശീലിപ്പിച്ചും എടുക്കുകയായിരുന്നു. സൈനികരെ ലീജിയനുകളായി സംഘടിപ്പിക്കുകയും കമാൻഡർമാരെ നിയമിക്കുകയും പരിശീലനങ്ങൾ നൽകി പ്രതിജ്ഞകൾ എടുക്കുകയും ചെയ്തപ്പോൾ സൈനികർക്കിടയിൽ ഒരു തരം വിശ്വാസം വളർന്നു. അത് ക്രിമു 216 ഇറ്റലിയിലെ കാർത്തജേനിയൻ സൈന്യത്തെ നശിപ്പിക്കാൻ ദൃഢനിശ്ചയമെടുത്ത ഒരു ശക്തമായ സൈന്യമായി മാറി. 5000 സൈനികർ വീതമുള്ള 8 ലീജിയനുകളെ സജ്ജീകരിച്ചു. 40,000 റോമൻ കാലാട്പടയും 2400 കുതിരപ്പടയും ഈ സൈന്യത്തിന്റെ നട്ടെല്ലായിരുന്നു. ഓരോ ലീജിയനോടൊപ്പവും അത്ര തന്നെ സഖ്യകക്ഷികളുടെ കാലാട്പടയും ഏകദേശം 4000 കുതിരപ്പടയും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 87,000-ഓളം പേരടങ്ങുന്ന ഒരു സൈന്യമണിനിരുന്നു. റോമൻ സെനറ്റിലെ 1/3 പേർ ഈ യുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കാൻ മുന്നോട്ടു വന്നു. ബാക്കിയുള്ള സെനറ്റർമാർ തങ്ങളുടെ മക്കളെയും ബന്ധുക്കളെയും ലീജിയനുകളിൽ ചേരാനയച്ചു. വളരെ വലിയൊരു സംഖ്യ ഇക്വിസ്ട്രിയനരും റോമൻ പ്രഭുക്കന്മാരും സൈന്യത്തിൽ ചേർന്നു. നിരവധി പ്രമുഖർ സൈനിക ട്രിബ്യൂണുകളായും കോൺസുലുകളുടെ യുദ്ധ ഉപദേഷ്ടാക്കളായും സേവനമനുഷ്ഠിച്ചു. നിയമിക്കപ്പെട്ട ട്രിബ്യൂണുകളിൽ 4 പേരും കോൺസുലുകളാകുമായിരുന്നു. ആ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട 4 പ്രീറ്റർമാരിൽ 3 പേരും മുൻകോൺസുലുകളായിരുന്നു. അവരിൽ ചിലർ മുൻ യുദ്ധങ്ങളിൽ സേനാനായകന്മാരുമായിരുന്നു. ഇവർ ഒന്നാം പ്യൂണിക് യുദ്ധത്തിൽ പക്വത നേടിയ അനുഭവസമ്പന്നരായ മനുഷ്യരാണ്. റോമായറ്റേണ എന്ന ആശയം തന്നെ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ബഹുമാനവും പാരമ്പര്യവും അവരെ റോമിന് സേവനം നൽകാൻ പ്രേരിപ്പിച്ചു. ശത്രുരാജ്യത്ത് 50,000 സൈനികർക്കും 10,000 കുതിരകൾക്കും സേവകർക്കും ഭാര്യമാർക്കും മറ്റ് ക്യാമ്പിനൊപ്പമുള്ളവർക്കും വേണ്ട സാമഗ്രികൾ നൽകുക എന്നത് ഹാനിബാലിനെ സംബന്ധിച്ചിടത്തോളം തീരാത്ത ഒരു പ്രശ്നമായിരുന്നു. ഇത് സൈന്യത്തിന്റെ നീക്കങ്ങൾ തീരുമാനിച്ചു. എന്നാൽ ഹാനിബാലിന്റെ കാര്യക്ഷമത കാരണം BC 217 അവസാനത്തിൽ നിന്ന് 216 വസന്തത്തിലേക്ക് മാസങ്ങൾ ഹാനിബാൽ യുദ്ധത്തിന് ആവശ്യമായ സാമഗ്രികൾ സമാഹരിച്ചു. ഇപ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല. ജൂൺ ആദ്യം ഹാനിബാൽ തന്റെ ശൈത്യകാല ക്യാമ്പുകൾ ഉപേക്ഷിച്ച് അപ്പോളിയുടെ ഫലപുഷ്ടിയേറെ സ്ഥലത്തേക്കിടങ്ങി. റോമൻ സൈന്യം അകലം പാലിച്ച് അദ്ദേഹത്തെ പിന്തുടർന്നു. ഹാനിബാലിന്റെ നീക്കങ്ങൾ മാസങ്ങളായി നിരീക്ഷിച്ചതിനു ശേഷം കാർത്തിജന്യൻ സൈന്യം വീണ്ടും നീങ്ങാൻ തുടങ്ങിയതുകൊണ്ട് നിർദ്ദേശങ്ങൾ ചോദിച്ചു. ശത്രുവിനടുത്ത് നിൽക്കുന്നത് അവരെ യുദ്ധത്തിന് നിർബന്ധിതരാക്കുമെന്ന് ഇവർ വിശദീകരിച്ചു. പൗലസും വാറോയും അവിടെ ലീജിയനുകളുമായി എത്തുന്നതുവരെ കാത്തിരിക്കാൻ സെനറ്റ് അവരോട് നിർദ്ദേശിച്ചു. ഇത് കാർത്തജന്യൻ സൈന്യത്തിന് അപ്പൂളിയിലൂടെ കൊള്ളയടിച്ച് മുന്നേറാനെന്ന് അവസരം നൽകി. തുടർച്ചയായ 3-ാമത്തെ വർഷം റോമിന് സ്വയം പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്ന് ഹാനിബാൽ എന്ന മൂലം അവന്റെ ആക്രമണങ്ങൾ തുടർന്നു.
റോമിന്റെ ദൗർബല്യം തുടർച്ചയായി കാണിച്ചാൽ തെക്കേ ഇറ്റലിയിലെ സഖ്യകക്ഷികൾ കൂറുമാറുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് റോമൻകാർക്ക് ഹാനിബാലിനെതിരെ ഒരു നിർണായക യുദ്ധം തേടുന്നത് ഒരു യുക്തിയായിരുന്നു. മുൻപുള്ള പരാജയങ്ങൾ അവരുടെ ആത്മവിശ്വാസം തകർത്തിരുന്നില്ല. യുദ്ധം തുടരാൻ ആവശ്യമായ വിഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. 2 താൽക്കാലിക കോൺസലുകളുമായി ചേർന്നതിന് ശേഷം പൗലസ് സംവാരോയും സൈന്യത്തെ തെക്കോട്ട് നയിച്ചു. 2 റോമൻ കമാൻഡർമാരും മുന്നോട്ടുള്ള വഴി ശ്രദ്ധയോടെ പരിശോധിച്ചു. ഔഫിഡിയസ് നദിക്ക് വടക്ക് ഒരാക്രമണവും നടക്കില്ല എന്നുറപ്പുവരുത്താൻ കുതിരപ്പടയാളികൾ തുറന്ന സ്ഥലങ്ങളിൽ നിരീക്ഷിച്ചു. റോമൻകാർക്കും വിതരണ ശൃംഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 87,000 സൈനികർക്കും അവരുടെ കുതിരകൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് വലിയ പ്രശ്നമായിരുന്നു. അത്ര വലിയൊരു സൈന്യത്തെ ശത്രുവിന്റെ അടുത്തുകൂടെ നീക്കുന്നത് വളരെ വെല്ലുവിളിയായിരുന്നു. അവർ നീങ്ങുമ്പോഴുണ്ടാകുന്ന വലിയ പൊടിപടലങ്ങൾ 10 കിലോമീറ്റർ അകലെ നിന്നുപോലും കാണാമായിരുന്നു. അതേസമയം 7 ആഴ്ചയോളം അപ്പോളിയയിൽ കൊള്ളയടിച്ച ശേഷം ഹാനിബാൽ അടുത്ത നീക്കത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. റോമൻ സൈന്യത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് ചാരന്മാർ അദ്ദേഹത്തെ അറിയിച്ചിരിക്കാം. ഒരൊറ്റ യുദ്ധത്തിൽ റോം വിജയിച്ചാൽ അത് തന്റെ അധിനിവേശം അവസാനിപ്പിക്കുമെന്നും യുദ്ധം വിജയിക്കാനുള്ള എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കുമെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. ദക്ഷിണ ഇറ്റലിയിൽ സഖ്യകക്ഷികളില്ലാതിരുന്നതുകൊണ്ട് ചെറിയ തോതിലുള്ള ഒരു പരാജയം പോലും സൈന്യത്തിന് അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സ്പെയിനിലും സിസാൽപൈൻ ഗോളിലെ ഗോത്രവർഗക്കാരുടെ അടുത്തുമുള്ള താവളങ്ങളിൽ നിന്ന് അവർ ഒരുപാട് ദൂരെയായിരുന്നു. യുദ്ധത്തിലുണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾക്ക് പകരം വയ്ക്കാൻ സൈനികർ ഉണ്ടായിരുന്നില്ല. ഇത് ഭക്ഷണസാധനങ്ങളുടെ കുറവിനും ശമ്പളം ലഭിക്കാത്തതിനും കാരണമാകുമായിരുന്നു. അത് ചില സൈനിക വിഭാഗങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും അവർ സൈന്യം ഉപേക്ഷിക്കാൻ കാരണമാവുകയും ചെയ്യുമായിരുന്നു. റോമിൽ ഒരു കിംവദന്തി പ്രചരിച്ചിരുന്നു. പരാജയം സംഭവിച്ചാൽ സൈന്യത്തെ ഉപേക്ഷിച്ച് നുമീഡിയൻ കുതിരപ്പടയുമായി വടക്കോട്ട് പലായനം ചെയ്യാനും സിസൽപൈൻ ഗോളിലേക്ക് എത്താനും ഹാനിബാൾ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്ന്. ഇത് സത്യമാണോ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ജൂലൈ പകുതിയോടെ ഹാനിബാൾ കാനെ നഗരം പിടിച്ചെടുത്തു. ആ പ്രദേശത്തെ ഏറ്റവും സമ്പന്നമോ വലുതോ ആയ നഗരമായിരുന്നില്ല കാനെ. കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ നഗരം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. എന്നാൽ നഗരം പിടിച്ചെടുത്തതും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിളവുകൾ ശേഖരിച്ചതും സൈനികൾക്ക് സമൃദ്ധമായ ഭക്ഷണം ലഭിക്കാൻ സഹായിച്ചു. കുറച്ചുകാലത്തേക്ക് അവർക്ക് ഭക്ഷണത്തിനായി യാത്ര ചെയ്യേണ്ടി വരില്ലായിരുന്നു. അടുത്ത ഏതാനും ആഴ്ചകൾ കാർത്തേജിയൻ പടത്തലവൻ റോമൻകാർക്കായി കാത്തിരുന്നു. ഒരു കുന്നിനുമുകളിലായി സ്ഥിതി ചെയ്തിരുന്ന കാനിയെ ഒരു നല്ല നിരീക്ഷണ കേന്ദ്രമായിരുന്നു. റോമൻ സൈന്യം വരുന്ന വഴിയായ പരന്ന സമതലത്തിന് മുകളിലൂടെ നഗരം കാണാമായിരുന്നു. ഗിസ്ഗോ എന്ന ഒരു കാർത്തേജിയൻ ഉദ്യോഗസ്ഥൻ ശത്രുസൈന്യത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് പരിഭ്രാന്തനായി അഭിപ്രായപ്പെട്ടു. കാർത്തേജിയൻ സൈന്യത്തിൽ അദ്ദേഹം മാത്രമല്ല, പലരും ഭയപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ മനഃശാസ്ത്രകളികളിൽ സമർത്ഥനായ ഹാനിബാൾ തമാശരൂപേണ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, അവർക്ക് അത്രയും എണ്ണമുണ്ടായിട്ടും അവരിൽ ഒരാൾക്ക് പോലും ഗിസ്ഗോ എന്ന് പേരില്ല എന്നതാണ്. ഇത് സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പിരിമുറുക്കം ചിരിയിലേക്ക് മാറ്റുകയും ചെയ്തു. കൂടുതൽ കൊള്ളയടിക്കാൻ തെക്കോട്ട് നീങ്ങുന്നതിൽ നിന്ന് ഹാനിബാളിനെ തടയാൻ ഒന്നും കിട്ടിയില്ല. എങ്കിലും റോമൻകാർ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. കൂടാതെ യുദ്ധമൊഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളായി അദ്ദേഹം അറിയപ്പെടാനും ആഗ്രഹിച്ചില്ല. കാരണം റോമിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസമില്ലെന്ന് തോന്നിയാൽ ദക്ഷിണ ഇറ്റലിയിലെ ഒരു സഖ്യകക്ഷിയും അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് കൂറുമാറില്ലായിരുന്നു. കാനയിൽ ഹാനിബാളിന്റെ ലക്ഷ്യം റോമൻ സൈന്യത്തെ നേരിടുകയും നശിപ്പിക്കുകയും എന്നതായിരുന്നു. കാനയ്ക്ക് വടക്ക് കുറച്ചകലെ റോമൻ സൈന്യം അപ്പുള്ളിയയിലെ സമതലങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഹാനിബാൾ വേഗത്തിൽ ക്യാമ്പ് ഉപേക്ഷിക്കുന്നത് കണ്ടു. ആവേശഭരിതരായ റോമൻ സൈന്യം മുന്നോട്ടു പാഞ്ഞു. അവരുടെ നീക്കത്തിനൊരു ചിട്ടയുമുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യമായി അവർക്ക് ഹാനിബാളിനെ അമ്പരപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഹാനിബാൾ ക്യാമ്പ് ഉപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അടുത്ത കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹം റോമൻ സൈന്യത്തെ ഒരു പതിയിരിപ്പാക്രമണത്തിലേക്ക് നയിച്ചു. പരിഭ്രാന്തി റോമൻ സൈന്യത്തെ കീഴടക്കി. മറ്റൊരു ദുരന്തമുണ്ടാകുമെന്ന് തോന്നി. എന്നാൽ കോൺസിൽ വാരോ വേഗത്തിൽ സൈനികരെ ഒരുമിച്ചുകൊന്നും പ്രതിരോധം ശക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം കാർത്തേജിയൻ സൈന്യത്തെ പിന്നോട്ടു തള്ളാൻ ശ്രമിച്ചു. റോമൻ സൈന്യത്തെ നശിപ്പിക്കാനും അവരുടെ ആത്മവിശ്വാസം തകർക്കാനും ഹാനിബാൾ കൂടുതൽ സൈന്യത്തെ യുദ്ധത്തിലിറക്കി. എന്നാൽ ആ മഴയുള്ള പ്രഭാതത്തിൽ അദ്ദേഹം നേരിട്ട സൈനികർ അതുവരെ അദ്ദേഹം നേരിട്ടിട്ടില്ലാത്ത ദൃഢനിശ്ചയമുള്ള സൈനികരായിരുന്നു. ക്രിസ്തുമൻ 216 അവസാനത്തിൽ റോമൻ സൈന്യം അടുത്തപ്പോൾ കാനയിലെ ആയുധപ്പുര കാർത്തേജിയൻ സൈന്യം പിടിച്ചെടുത്തതായി പൗലോസിനും വാറോയ്ക്കും വാർത്തയെത്തി. ഹാനിബാളിന് ആവശ്യത്തിന് വിഭവങ്ങൾ ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ശൈത്യകാലം വരെ അവിടെ തങ്ങാനും ഭക്ഷണത്തിനായി യാത്ര ചെയ്യേണ്ടി വരില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പരിഭ്രാന്തരായി.
ഇത് കാർത്തേജിയൻ സൈന്യത്തിന് സുരക്ഷിതമായ താമസവും വിശ്രമവും നൽകുകയും വരും മാസങ്ങളിൽ അവരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതേസമയം വിതരണ ശൃംഖല തടസ്സപ്പെട്ടതുകൊണ്ട് വലിയ സൈന്യത്തെ നിലനിർത്തുന്നത് വലിയ പ്രശ്നമാകുമായിരുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ എല്ലാ വിഭവങ്ങളും ലഭിച്ചതുകൊണ്ട് ഹാനിബാളിന് തൽക്കാലം സമയം നീട്ടിവെക്കാനും അടുത്ത വർഷത്തെ വരെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും കഴിയുമായിരുന്നു. അത് റോമിന്റെ സഖ്യകക്ഷികളെ അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് കൂട്ടാനും അവസരം നൽകുമായിരുന്നു. റോമിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉപദ്വീപിൽ കൂടുതൽ പേർ കൂറുമാറാനുള്ള സാധ്യത അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഹാനിബാളിനെ നേരിടണം, എന്നാൽ യുദ്ധക്കളം പരിശോധിച്ചപ്പോൾ ഇവിടെ വെച്ച് യുദ്ധം ചെയ്യണം എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടായി. തെക്ക് കുന്നുകളുടെ നിരയിലുള്ള കാനെ, കുന്നുകൾക്ക് താഴെയുള്ള സമതലമായ പ്രദേശങ്ങൾ, ഔഫിഡിയസ് നദിക്ക് വടക്കുള്ള പരന്ന സമതലം എന്നിങ്ങനെയായിരുന്നു പ്രദേശം. പുരാതനകാലത്ത് നദിക്കിന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായ വഴിയുണ്ടായിരുന്നുവെന്ന് കരുതുന്നു. മരങ്ങളില്ലാത്ത കൃഷിക്കലങ്ങളായിരുന്നു നദിക്കു ചുറ്റും. പൗലുസിന് ആ സ്ഥലം ഇഷ്ടമായില്ല. പരന്ന പ്രദേശം കൂടുതൽ കുതിരപ്പടയുള്ള ഹാനിബാളിന് അനുകൂലമാണെന്ന് അദ്ദേഹം വാദിച്ചു. യുദ്ധഭൂമി പടിഞ്ഞാറ് കുന്നുകളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാരണം കുതിരപ്പടയ്ക്ക് എളുപ്പത്തിൽ നീങ്ങാൻ കഴിയുമായിരുന്നില്ല. വാറോ ഇതിനോട് യോജിച്ചില്ല. റോമൻ സൈന്യത്തിന് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്നത് തുറന്ന സ്ഥലത്താണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹാനിബാളിന് കുതിരപ്പടയിൽ മുൻതൂക്കമുണ്ടായിരുന്നിട്ടും നദിക്ക് വടക്കുള്ള തുറന്ന സ്ഥലത്തുപോലും യുദ്ധം ചെയ്യാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ ഔഫിഡിയസിന് തെക്കുള്ള അസമമായ സ്ഥലത്ത് സൈന്യത്തെ വിന്യസിക്കുന്നത് റോമൻ സൈന്യത്തിന് യോജിച്ചതാണെന്ന് അദ്ദേഹം വാദിച്ചു. നദിയും കുന്നുകളും കാർത്തേജിയൻ കുതിരപ്പടയുടെ നീക്കങ്ങളെ പരിമിതപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടു കോൺസുലുകൾക്കും ഹാനിബാളിന്റെ കുതിരപ്പടയുടെ നീക്കങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. വാറോക്ക് യുദ്ധം ചെയ്യാൻ കൂടുതൽ താൽപ്പര്യമുണ്ടായിരുന്നു. സമകാലിക ചരിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ആവേശം അനുഭവപരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. അതേസമയം പൗലുസ് കൂടുതൽ വിവേകിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. എന്നാൽ പൗലുസിന്റെ പദ്ധതി പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കുമായിരുന്നു. റോമൻ സൈന്യം വളരെ വലുതായിരുന്നു. പുതിയതായി പരിശീലനം ലഭിച്ചവരും പരിചയസമ്പന്നരായ സൈനികരും അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് സൈന്യത്തെ നീക്കുന്നതും വിന്യസിക്കുന്നതും വളരെ സാവധാനമായിരുന്നു. പൗലോസ് നിർദ്ദേശിച്ച സ്ഥലത്ത് ഇത് കൂടുതൽ സാവധാനത്തിലായിരിക്കും. ഇതിനു പുറമെ ഒരു വലിയ സൈന്യത്തോടുള്ള യുദ്ധം പ്രതിരോധം ഉറപ്പിക്കുകയും കുതിരപ്പടയ്ക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥലത്തും ഹാനിബാൾ സ്വീകരിക്കില്ലായിരുന്നു. അദ്ദേഹം റോമൻകാരെ വെല്ലുവിളിക്കാനായി സൈന്യത്തെ താഴെ നിരത്തുകയും അവർ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയില്ലെങ്കിൽ അത് റോമിന്റെ ദൗർബല്യം സഖ്യകക്ഷികളെ കാണിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിലെല്ലാം മോശമായി പൗലുസിന്റെ പടിഞ്ഞാറൻ കുന്നുകളിലേക്ക് മാറാനുള്ള പദ്ധതി കാരണം റോമൻ സൈന്യത്തിന് യുദ്ധത്തിനുള്ള അവസരം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇത് സൈന്യത്തെ ദീർഘകാലത്തേക്ക് യുദ്ധക്കളത്തിൽ നിർത്താൻ കാരണമാകുമായിരുന്നു. അത്രയും സൈനികർക്ക് ദീർഘകാലത്തേക്ക് ഭക്ഷണം നൽകുന്നത് വലിയ പ്രശ്നമായിരുന്നിരിക്കാം. അതേസമയം ഹാനിബാളിന്റെ കൈവശം കാനയിൽ പ്രധാന ആയുധപ്പുര ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കാത്തിരിക്കാൻ കഴിയുമായിരുന്നു. ഇതിനെല്ലാം ഉപരി പൗലുസ് പരന്ന സ്ഥലത്ത് യുദ്ധം ചെയ്യാനുള്ള ആശയം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന് കരുതാൻ സാധ്യതയില്ല. കാരണം വാറോയെപ്പോലെ അദ്ദേഹത്തിനും റോമൻ ക്യാമ്പ് ഹാനിബാളിന്റെ വളരെ അടുത്താണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ പടിഞ്ഞാറൻ കുന്നുകളിലേക്ക് മാറണമെങ്കിൽ യുദ്ധം ഒഴിവാക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് പിൻവാങ്ങുന്നത് വളരെ അപകടകരമായിരുന്നു, പ്രത്യേകിച്ചും കുതിരപ്പടയ്ക്ക് മുൻതൂക്കമുള്ള ഒരു സൈന്യത്തെ നേരിടുന്ന കാലാൾ പടയ്ക്ക്. കൂടാതെ എണ്ണത്തിൽ കുറഞ്ഞ ഒരു സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് പിൻവാങ്ങുന്നത് റോമൻ സൈനികരുടെ ആത്മവിശ്വാസം കളയുമായിരുന്നു. കാരണം സെനറ്റിനും സൈന്യത്തിനും ജനങ്ങൾക്കും ഹാനിബാളിനെ നേരിടുകയും നശിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. എല്ലാ അർത്ഥത്തിലും റോമൻ സൈന്യം യുദ്ധത്തിന് തയ്യാറായിരുന്നു. ഒരു യുദ്ധം കൂടാതെ പിൻവാങ്ങാൻ അവർക്ക് എളുപ്പത്തിൽ കഴിയില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ പൗലോസിന് എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എത്രയും പെട്ടെന്ന് യുദ്ധം ചെയ്യാനുള്ള വാറോയുടെ താൽപ്പര്യം ന്യായമായിരുന്നു. രണ്ട് കോൺസുലുകൾക്കും വ്യത്യസ്തമായ പശ്ചാത്തലമായിരുന്നു. പൗലുസ് സ്കിപ്പിയോ എമിലിയാനസിന്റെ മുത്തശ്ശനാണ്. സ്കിപ്പിയോ എമിലിയാനസാണ് രണ്ടാം പ്യൂണിക് യുദ്ധത്തെക്കുറിച്ചുള്ള പ്രധാന രേഖയായ ഗ്രീക്ക് ചരിത്രകാരൻ പോലിബിയസിന്റെ പ്രധാന ധനസഹായി. പോലിബിയസിന് പണം നൽകിയത് പൗലുസിന്റെ ശക്തവും ധനികവുമായ കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് പോലിബിയസ് പൗലുസിനെ നല്ല രീതിയിൽ ചിത്രീകരിച്ചത്. അദ്ദേഹമാണ് സൈന്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിയതും ലീജിയനുകളെ സംഘടിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയതുമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ഹാനിബാളിനെ കണ്ടെത്തുന്നതുവരെ വാറോയെക്കുറിച്ച് തന്റെ രചനകളിൽ അദ്ദേഹം പരാമർശിച്ചിട്ടേയില്ല.
കൂടാതെ ഹാനിബാളിനെ കണ്ടെത്തിയപ്പോൾ പോലും വാറോയെ പരിചയമില്ലാത്ത ഒരാളായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. ഇത് സത്യവും പ്രചരണവും തമ്മിൽ വേർതിരിക്കാൻ ബുദ്ധിമുട്ടാക്കി. എങ്കിലും പൗലൂസിന് കൂടുതൽ സൈനിക പരിചയമുണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻ 219 അദ്ദേഹം കോൺസുലായി സേവനമനുഷ്ഠിച്ചിട്ടും ഇല്ലീറിയയിൽ യുദ്ധം ചെയ്തിട്ടുമുണ്ടായിരുന്നു. എന്നാൽ യുദ്ധക്കൊള്ളകൾ വിതരണം ചെയ്തതിലെ ഒരു വിവാദത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ക്രിസ്തുവിന് മുൻ 216 രണ്ടാമത്തെ കോൺസൽ സ്ഥാനത്തിൽ തന്റെ പ്രശസ്തിക്ക് കൂടുതൽ കോട്ടം വരുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. യുദ്ധത്തിനു മുൻപ് അദ്ദേഹം കാണിച്ച ജാഗ്രത ഇതിനുമൊരു കാരണമായിരിക്കാം. സൈനികമായി പറഞ്ഞാൽ ഇല്ലീറിയൻ യുദ്ധം നാവികപ്പടയും സൈന്യവും ചേർന്നുള്ള ഒരു സംയുക്ത പ്രവർത്തനമായിരുന്നു. എന്നാൽ അതിൽ വലിയ യുദ്ധങ്ങൾ നടന്നിരുന്നില്ല. അതുകൊണ്ട് ഒരു സേനാനായകൻ എന്ന നിലയിൽ പൗലുസിന് ഈ യുദ്ധം ആവശ്യപ്പെട്ട കഴിവുകൾ ഒരു വലിയ സൈന്യത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചു കാണിച്ചതുകൊണ്ട് അദ്ദേഹം എത്ര മികച്ച ഒരു കമാൻഡറായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒരു മാർഗവുമില്ല. എന്നാൽ വാറോ ഒരു നോവസ് ഹോമോ അഥവാ പുതിയ മനുഷ്യനായിരുന്നു. റോമൻ പക്ഷിയിലോ അഥവാ പുതിയ മനുഷ്യനായിരുന്നു. റോമൻ പൊളിറ്റിക്സിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അവരുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഒരു ഉയർന്ന പദവിയിലെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബം ദരിദ്രരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അച്ഛനൊരു കശാപ്പുകാരനായിരുന്നുവെന്നും ചെറുപ്പത്തിൽ അദ്ദേഹം ആ കടയിൽ പണിയെടുത്തിരുന്നുവെന്നും സമകാലിക രേഖകൾ പറയുന്നു. ഒരു ക്രൂരനായ മഠയനായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിലും സമ്പന്നരെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അനുകൂലിക്കുന്ന ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിൽ പഴയ റോമൻ കുടുംബങ്ങളിൽ നിന്നുള്ള എതിരാളികൾക്കെതിരെ വിജയിക്കാൻ ഒരു ന്യൂവസ് ഹോമോയ്ക്ക് വലിയ രാഷ്ട്രീയ കഴിവ് ആവശ്യമായിരുന്നു. വാറോക്ക് തന്റെ പൂർവികരുടെ നേട്ടങ്ങളും പദവിയും പറയാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തമായൊരു പേരുണ്ടാക്കാൻ മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വന്നു. ഇത് വാരോ ഒരു സമർത്ഥനായ രാഷ്ട്രീയക്കാരനാണെന്ന് കാണിക്കുന്നു. ശക്തരായ പ്രഭുക്കന്മാരുടെയും സെനറ്റർമാരുടെയും പിന്തുണ വേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റോമിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഹാനിബാലിനെ ശക്തമായി നേരിടാൻ ആഗ്രഹിച്ചു. അവർ അതിനുവേണ്ടി ഒരു സ്ഥാനാർത്ഥിയിൽ മുതൽ മുടക്കാൻ തയ്യാറായിരുന്നു. ഇതിനു പുറമേ ക്രീമു 217 റോമൻ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ സൈനിക പരിചയമില്ലാത്തൊരു സ്ഥാനാർത്ഥിക്കും കോൺസലായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അസാധ്യമാക്കി. അതുകൊണ്ടുതന്നെ വാറോക്ക് മുതിർന്ന സൈനിക കമാൻഡ് ഇല്ലായിരുന്നെങ്കിലും യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിലെ റോമിന്റെ പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ ചില സൈനിക യോഗ്യതകളില്ലാതെ അദ്ദേഹത്തിന് കോൺസലായി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ലെന്ന് അനുമാനിക്കാം. 2-ാം ദിവസം വാറോക്ക് കമാൻഡ് ലഭിച്ചു. തന്റെ സഹപ്രവർത്തകന്റെ എതിർപ്പുകൾക്കിടയിലും അദ്ദേഹം സൈന്യത്തെ ശത്രുക്കളോട് അടുപ്പമുള്ളൊരു സ്ഥലത്തേക്ക് നയിച്ചു. ഹന്നിബാൽ കുതിരപ്പടയെയും കാലാൾപ്പടയെയും അയച്ച് മുന്നോട്ടു നീങ്ങുന്ന റോമൻ സൈന്യത്തെ ആക്രമിക്കാൻ ഉത്തരവിട്ടു. അടുത്തുവരുന്ന കാർത്തേജ്യക്കാരെ കണ്ട വാറോ തന്റെ സൈനിക നിരകൾ അടുപ്പിച്ചു. റോമൻ സൈന്യം വളരെ പതുക്കെയാണ് മുന്നോട്ട് നീങ്ങിയത്. ചെറിയ ഏറ്റുമുട്ടലുകൾ റോമൻ സൈന്യത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി. എന്നാൽ വാറോയുടെ സൈനികർ എല്ലാ ആക്രമണങ്ങളെയും പിന്നോട്ടു തള്ളി. ഇരുവശങ്ങൾക്കും മുണ്ടുകുമില്ലാതെ ഇരുട്ടാകുന്നതുവരെ ഈ ഏറ്റുമുട്ടൽ തുടർന്നു. എന്നാൽ അവർക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് നീങ്ങാനുള്ള വേഗത കുറഞ്ഞു. രാത്രിയായപ്പോൾ അവർ ക്യാമ്പ് ചെയ്തു. ഈ സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ മടിയുണ്ടായിരുന്നിട്ടും അടുത്ത ദിവസം രാവിലെ പൗലുസ് സൈന്യത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പ്രധാന ക്യാമ്പിനായി തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് മുന്നോട്ടു നീങ്ങി. സൈനികരെ ഹാനിബാലിനോട് അടുപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. അതേസമയം ഹാനിബാൽ കാനയ്ക്ക് സമീപമുള്ള ഉയർന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. റോമൻ സൈന്യത്തെ നിരീക്ഷിച്ച അദ്ദേഹം ഒരു നീക്കവും നടത്തിയില്ല. റോമൻ സൈന്യം യുദ്ധക്കളത്തിന്റെ നിയന്ത്രണം ശക്തമായി ഏറ്റെടുത്തു. 2/3 ഭാഗവും സൈന്യവും പ്രധാന ക്യാമ്പിൽ തങ്ങി. ബാക്കിയുള്ള സൈനികരെ ഔഫിഡിഗസ് നദിക്ക് കുറുകെ അയച്ചു. രണ്ടാമതൊരു ക്യാമ്പ് സ്ഥാപിച്ചത് റോമൻ നേതൃത്വത്തിന് ശത്രുസൈന്യത്തിന്റെ നീക്കങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള താൽപ്പര്യം കാണിച്ചു. കൂടാതെ കാനയ്ക്കടുത്തേക്ക് പോയ അവരുടെ സൈനികരെ സംരക്ഷിക്കാനൊരു സ്ഥാനവും ലഭിച്ചു. ഇതിനെല്ലാം പ്രധാനമായി ഈ ആക്രമണാത്മക നിലപാട് സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഹാനിബാൽ ഉയർന്ന സ്ഥലത്തു നിന്നിറങ്ങി പുതിയ ക്യാമ്പ് സ്ഥാപിച്ചു. പ്രധാന റോമൻ ക്യാമ്പിന് പടിഞ്ഞാറുള്ള ഒരു പരന്ന ഭൂമിയിലായിരുന്നു അത്. കാനയിലെ കോട്ട കെട്ടിയ ആയുധപുര സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെ അദ്ദേഹം അവിടെ വെച്ചു. റോമൻ സൈന്യത്തിന്റെ വലുപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിനാണ് അവർ ഇറ്റലിയിലേക്ക് വന്നതെന്ന് അദ്ദേഹം സൈനികരോട് തുടർച്ചയായി പറഞ്ഞു. യുദ്ധക്കളത്തിന്മേലുള്ള നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഹാനിബാൽ വിജയത്തിൽ വിശ്വസിക്കുന്നു എന്ന് കാണിച്ചു. ഇത് സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പുതിയ ക്യാമ്പ് പ്രതിരോധത്തിനും നല്ലതായിരുന്നു. താഴെയുള്ള സമതലത്തെ കാണാമായിരുന്നു. അടുത്തുള്ള നദി ആവശ്യത്തിന് വെള്ളവും നൽകി. ജൂലൈ അവസാന ദിവസം ഹാനിബാൽ സൈനികരോട് യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞു.
യുദ്ധം തുടങ്ങിയാൽ ഏറ്റവും മികച്ചതും ഭയപ്പെടുത്തുന്നതുമായി കാണാൻ അവരവരുടെ ആയുധങ്ങൾ, കവചങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ വൃത്തിയാക്കി. ഓഗസ്റ്റ് 1 അതിരാവിലെ കാർത്തേരിയൻ സൈന്യം ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. റോമൻ പക്ഷത്ത് വീണ്ടും പൗലുസായിരുന്നു സൈന്യത്തിന്റെ കമാൻഡർ. 2 ക്യാമ്പുകൾക്ക് മുന്നിലും അദ്ദേഹം സൈനികരെ വിന്യസിച്ചു. എന്നാൽ ലീജിയനുകൾ ഭിത്തികൾക്കടുത്തായി തങ്ങി. യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ അവർ ഒന്നും ചെയ്തില്ല. ഹാനിബാൽ മുൻകൈയെടുത്ത് നുമീഡിയന്മാരെ നദിക്കു കുറുകെ അയച്ച് 2ാമത്തെ റോമൻ ക്യാമ്പിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു. ബാക്കിയുള്ള സൈന്യത്തെ യുദ്ധത്തിന് തയ്യാറാക്കി റോമൻ ക്യാമ്പിന് മുന്നിൽ നിർത്തി. പൗലുസിന് യുദ്ധം ചെയ്യാൻ മടിയുണ്ടായിരുന്നത് അദ്ദേഹം കണ്ടത് ഹാനിബാലിന് യുദ്ധം ചെയ്യാനുള്ള താൽപ്പര്യമില്ലെന്ന് സൈനികരെ വിശ്വസിപ്പിച്ച് അവരുടെ ആത്മവിശ്വാസം ഉയർത്തി. നദിക്ക് കുറുകെ ക്യാമ്പിനെ നേരിട്ട് ആക്രമിക്കാതെ അനങ്ങും ഭക്ഷണം ശേഖരിച്ചുകൊണ്ടിരുന്ന സൈനികരെ ആക്രമിക്കാനായിരുന്നു നുമീഡിയന്മാർക്ക് ലഭിച്ച നിർദ്ദേശം. ഹാനിബാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് റോമൻകാർക്കൊരു നാണക്കേടുണ്ടാക്കുകയും നുമീഡിയൻ ആക്രമണത്തെ തടയാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് തന്റെ സൈനികരെ കാണിക്കുകയും ചെയ്യാനുള്ള മറ്റൊരു മാർഗമായിരുന്നു. അന്ന് നടന്ന കാര്യങ്ങളിൽ ചില റോമൻ ഉദ്യോഗസ്ഥർക്ക് ലജ്ജ തോന്നി. അവർക്കത് ശരിയാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. സൈനികരും ഈ കാലതാമസത്തിൽ അസംതൃപ്തരായിരുന്നു. 2 കോൺസുലുകളും സൈനികരുടെ മനോനില മനസ്സിലാക്കി. അങ്ങനെ ഓഗസ്റ്റ് 2 വാറോ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 2 ഉച്ചയായപ്പോൾ വാറോയുടെ കൂടാരത്തിന് മുന്നിലെ പതാക സൈനികർക്ക് യുദ്ധത്തിന് തയ്യാറാകാനുള്ള സൂചന നൽകി. തെക്കുപടിഞ്ഞാറൻ വോൾട്ടർനെസ് കാറ്റ് അപ്പോളിയോയുടെ ഉണങ്ങിയ മണലിലൂടെ പൊടിപടലങ്ങൾ ഉയർത്തി. അടുത്ത കുറച്ചു മണിക്കൂറുകൾ റോമൻ ഉദ്യോഗസ്ഥർ രൂപനിരകൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. വാറോയും മറ്റു റോമൻ നേതാക്കളും യുദ്ധം ചെയ്യാനുള്ള തങ്ങളുടെ താൽപ്പര്യം ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ പുതിയ സ്ഥലത്ത് കാർത്തേജിയൻ സൈന്യം യുദ്ധം സ്വീകരിക്കുമോ എന്നവർക്കറിയില്ലായിരുന്നു. എന്നാൽ ഹാനിബാൽ തന്റെ സൈന്യത്തെ ഗേറ്റ് കടത്തി മുന്നോട്ടു നയിച്ചു. 2 സൈന്യങ്ങളും ഔഫീഡിയസ് നദി പദസ്ഥലങ്ങളിൽ വെച്ച് മുറിച്ചുകടന്ന് കാന്യ നഗരത്തിന് താഴെയുള്ള പൊടി നിറഞ്ഞ പരന്ന സമതലത്തിലേക്ക് നീങ്ങി. എന്നിരുന്നാലും ഹാനിബാൽ യുദ്ധം ചെയ്യുമോ എന്ന് റോമൻകാർക്ക് ഉറപ്പില്ലായിരുന്നതുകൊണ്ട് 10,000 പേരടങ്ങുന്ന സൈന്യത്തെ പ്രധാന ക്യാമ്പിൽ വിട്ടു. പൗലുസായിരുന്നു ഇതിന് നിർബന്ധിച്ചത്. യുദ്ധസാമഗ്രികൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഈ സൈന്യത്തിന് ഹാനിബാളിന്റെ ക്യാമ്പിന് ഭീഷണിയാകാനും റോമൻ സൈന്യത്തിന് അനുകൂലമായി യുദ്ധം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻവാങ്ങാനുള്ള വഴിയെ തടയാനും കഴിയുമെന്ന് അദ്ദേഹം വാദിച്ചു. എന്നാൽ ഹാനിബാൾ സമയം കളയാതെ തന്റെ സൈന്യത്തെ വിന്യസിച്ചു. പ്രധാന സൈന്യത്തിന് സംരക്ഷണം നൽകാൻ അദ്ദേഹം തന്റെ ലൈറ്റ് സൈനികരെ മുന്നോട്ടയച്ചു. റോമൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ ശത്രുക്കൾക്ക് കാണാതിരിക്കാൻ വാരോയും വെലേറ്റുകളെ മുന്നോട്ടയച്ചു. റോമൻ നേതൃത്വം വേഗത കൂടിയ കാർത്തേജിയൻ സൈന്യം ഇത്രയും ഇടുങ്ങിയ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. തലേദിവസം യുദ്ധം ചെയ്യാൻ മടി കാണിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സൈനികരെ ശത്രുക്കൾക്ക് മുന്നിൽ വിന്യസിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലെ യുദ്ധങ്ങളിൽ സാധാരണമായിരുന്നു. എന്നാൽ റോമൻകാർക്ക് യുദ്ധം ചെയ്യാൻ പൂർണ്ണമായും താൽപ്പര്യമുണ്ടായിരുന്നുവെന്ന് കരുതാനാണ് കൂടുതൽ സാധ്യത. എന്തൊക്കെയായാലും ഹാനിബാളിന് 40,000 കാലാൾപ്പടയും 10,000 കുതിരപ്പടയും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതേസമയം റോമൻ പക്ഷത്ത് 70,000 കാലാൾപ്പടയും 6,400 കുതിരപ്പടയും ഉണ്ടായിരുന്നു. വാരോ 15,000-ഓളം വിലൈറ്റുകളെ പ്രധാന നിരയ്ക്ക് മുന്നിൽ വിന്യസിച്ചു. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള കമാൻഡിന് കീഴിൽ 4,000 സഖ്യകക്ഷികളുടെ കുതിരപ്പട ഇടതുവശത്തും 2,400 റോമൻ കുതിരപ്പട വലതുവശത്ത് പൗലൂസിന്റെ കമാൻഡിന് കീഴിലും വിന്യസിച്ചു. എണ്ണത്തിൽ കുറവായിരുന്നതുകൊണ്ട് കുതിരകളെ വളരെ അടുപ്പിച്ചാണ് വിന്യസിച്ചത്. ഓരോ കുതിരക്കാരനും തമ്മിൽ 1.5 മീറ്ററിൽ കൂടുതൽ അകലമില്ലായിരുന്നു. കുതിരകളെ നീക്കാൻ സ്ഥലം ആവശ്യമില്ലായിരുന്നു. കാരണം അവരുടെ പങ്ക് പ്രതിരോധം മാത്രമായിരുന്നു. റോമൻ കാലാൾപ്പടയെ കുതിരപ്പടയോടൊപ്പം ചേർത്ത് പ്രതിരോധ നിരയ്ക്ക് കൂടുതൽ സ്ഥിരത നൽകി. സെർവീലിയസ് 55,000 റോമൻ ലീജീനിമാരെയും സഖ്യകക്ഷികളെയും നയിച്ചു. അവരെ വളരെ അടുപ്പിച്ച 3 നിരകളായിട്ടാണ് വിന്യസിച്ചത്. വാരോ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കാലാൾപ്പടയുടെ രൂപീകരണത്തിന് കൂടുതൽ ആഴം നൽകി. കൂടാതെ ലീജിയനുകളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കാനും ശത്രുക്കളെ കീഴടക്കാനും അദ്ദേഹം നിരകൾക്കിടയിലുള്ള അകലം കുറച്ചു. ട്രസീമൻ യുദ്ധത്തിൽ റോമൻ കാലാൾപ്പട മണിക്കൂറുകളോളം കാർത്തേജിയൻ സൈന്യത്തെ തടഞ്ഞു നിർത്തുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അതിന് 1 വർഷം മുൻപ് ട്രിബിയ യുദ്ധത്തിൽ ലീജിയനുകൾ കാർത്തേജിയൻ മധ്യഭാഗത്ത് കടന്നുപോയിരുന്നു. അവർ ഗോളുകളെയും ഹാനിബാളിന്റെ മികച്ച കാലാൾപ്പടയിലെ ചില വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തി.
അടുപ്പിച്ചുള്ള മാനിപ്പുൾ രൂപീകരണങ്ങൾ തന്ത്രപരമായ വഴക്കം കുറച്ചെങ്കിലും വലിയ സൈന്യത്തിന്റെ ഏകോപനം എളുപ്പമാക്കി. ഇതിലെല്ലാം പ്രധാനമായി കൂടുതൽ ആഴമുള്ള രൂപീകരണങ്ങൾക്ക് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടുതന്നെ റോമൻ നേതൃത്വത്തിന് അവരുടെ ലീജിയനുകൾക്ക് ശത്രുക്കളെ കീഴടക്കാൻ കഴിയുമെന്നും ആനുബാളിന്റെ മധ്യഭാഗത്തെ തകർക്കാൻ കഴിയുമെന്നും ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇത് നേടാൻ വാരോ യുദ്ധക്കളം ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്തു. നദിയും കുന്നുകളും വശങ്ങളിലൂടെയുള്ള ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുമായിരുന്നതുകൊണ്ട് അദ്ദേഹം ലീജിയനുകളെ ഒരു ഇടുങ്ങിയ മുന്നണിയിൽ തിക്കിനിരച്ചു. ഇത് കാർത്തേജ്യൻ കുതിരപ്പടയെ മുന്നിൽ നിന്ന് ആക്രമിക്കാൻ നിർബന്ധിതരാക്കിയെന്നെ. കാലാൾപ്പട അവരുടെ ജോലി പൂർത്തിയാക്കുന്നതുവരെ അവരെ തടഞ്ഞു നിർത്താനുള്ള ചുമതല റോമൻ കുതിരപ്പടയ്ക്കായിരുന്നു. അവർക്ക് കാർത്തേജ്യൻ മധ്യഭാഗത്തെ തകർക്കാൻ കഴിഞ്ഞാൽ റോമൻ കുതിരപ്പടയ്ക്ക് വശങ്ങളിൽ പരാജയപ്പെട്ടാലും അത് പ്രശ്നമാകില്ല. ഈയൊരു ഘട്ടത്തിൽ കാർത്തേജ്യൻ കുതിരപ്പടയ്ക്ക് വലിയ ലീജിയനുകളെ ആക്രമിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാനയിലെ യുദ്ധക്കളം കരഞ്ഞെടുത്തത് റോമൻ കാലാൾപ്പടയ്ക്ക് അവരുടെ ശത്രുക്കളെ തകർക്കാൻ അവസരം നൽകുമായിരുന്നു. വാരോ ഒറ്റയ്ക്കാണോ ഈ പദ്ധതി തയ്യാറാക്കിയത്, അതോ പൗലുസും സർവീലിയസും മറ്റു റോമൻ നേതാക്കളും അദ്ദേഹത്തെ സഹായിച്ചിരുന്നോ എന്ന് നമുക്കറിയില്ല. റോമൻ പദ്ധതി ലളിതമായിരുന്നുവെന്നാലും ഫലപ്രദവുമായിരുന്നു. അതേസമയം ഹാനിബാൾ 6000 സ്പാനിഷ് സ്കിർമിഷറുകളെയും 2000 ബലേറിക് സ്ലിംഗറുകളെയും സൈന്യത്തിനു മുന്നിൽ പ്രതിരോധനിരയായി വിന്യസിച്ചു. സൈന്യത്തിന്റെ വിന്യാസം മറച്ചിടാൻ കഴിയുന്നത്ര പൊടിപടലങ്ങൾ ഉണ്ടാക്കാൻ അവരോട് നിർദ്ദേശിച്ചു. അവർക്ക് പിന്നിൽ കാലാൾപ്പട രൂപീകരിച്ചു. 21,000 ഗാലിക് പോരാളികളായിരുന്നു പ്രധാന നിരയിലുണ്ടായിരുന്നത്. മധ്യഭാഗം ശക്തിപ്പെടുത്താൻ 3000 സ്പാനിഷ് കാലാൾപ്പടയെ ഇടകലർത്തി. എന്നാൽ ട്രെബിയയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ അദ്ദേഹം 8000 ലിബിയനുകളെ പിന്നിൽ വിന്യസിച്ചു. അവരയാളുടെ ഏറ്റവും മികച്ചവരും അച്ചടക്കമുള്ള സൈനികരുമായിരുന്നു. കാർത്തേജ്യൻ സൈന്യത്തിന്റെ വലതുവശത്ത് ഹാനോയുടെ കീഴിൽ 4000 ന്യൂമീഡിയൻ കുതിരപ്പടയുണ്ടായിരുന്നു. അവരുടെ ചുമതല സൈന്യത്തിലെ വശം സംരക്ഷിക്കുക എന്നതായിരുന്നു. മറുവശത്ത് ഹസ്ദ്രുബാളിന്റെ കീഴിൽ 2000 സ്പാനിഷ് 4000 ഗാലിക് കുതിരപ്പടയെ വിന്യസിച്ചു. റോമൻ വലതുഭാഗത്തെ നേരിട്ട് ആക്രമിക്കുകയും തകർക്കുകയുമായിരുന്നു ഹസ്ദ്രുബാലിന്റെ പദ്ധതി. രണ്ടു പക്ഷത്തും പരസ്പരം ഭയമില്ലായിരുന്നു. മുൻപ് ലീജിയനുകൾക്കെതിരെ നേടിയ വിജയങ്ങൾ ഗാലിക്കും സ്പാനിഷ് സൈനികർക്കും ആത്മവിശ്വാസം നൽകിയെന്നാൽ റോമൻകാർ അവരുടെ വലിയ സംഖ്യയിൽ വിശ്വസിച്ചു. മുൻ പരാജയങ്ങളിൽ പോലും അവരുടെ കാലാൾപ്പടയ്ക്ക് കാർത്തേജിയൻ സൈനികരെ നേരിട്ട് ഏറ്റുമുട്ടലിൽ പലപ്പോഴും തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെന്ന് അവർ ഓർക്കുന്നു. പിന്നീട് ഉച്ചയോടെ ഒരു ഭീമാകാരനായ മൃഗത്തെപ്പോലെ റോമൻ രൂപീകരണം മുന്നോട്ടു നീങ്ങി. കാർത്തേജിയൻ കുതിരപ്പട മുന്നോട്ടു കുതിച്ചു. അതേസമയം യുദ്ധം തുടങ്ങാൻ 2 സൈന്യത്തിന്റെയും ലൈറ്റ് കാലാൾപ്പട മുന്നോട്ടു നീങ്ങി. ഇപ്പോൾ സ്കിർമിഷർമാർ ഉയർത്തിയ പൊടിപടലങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്ന് ഹാനിബാൾ തന്റെ നീക്കം തുടങ്ങി. പ്രധാന സൈന്യവുമായി മുന്നോട്ടു നീങ്ങി ഒരു ചന്ദ്രക്കലയുടെ രൂപം നൽകി. റോമൻകാർ ഈ ഇടുങ്ങിയ യുദ്ധക്കളം ഒരു മരം കൊണ്ടുള്ള യന്ത്രം പോലെ ഉപയോഗിക്കാനാണ് തിരഞ്ഞെടുത്തതെന്നും എണ്ണത്തിൽ കുറവായിരുന്ന കാലാൾപ്പടയ്ക്ക് റോമൻ സൈന്യത്തെ നേരിടാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ചന്ദ്രക്കലയുടെ രൂപം ആക്രമണത്തെ ആഗിരണം ചെയ്യാനും കുതിരപ്പടയുടെ ആക്രമണം പൂർത്തിയാകുന്നതുവരെ സമയം നേടാനും വേണ്ടിയായിരുന്നു. ഹാനിബാളും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ സഹോദരൻ മാഗോയും മധ്യഭാഗത്തെ സൈന്യത്തെ നയിച്ചു. ഈ സൈനികരാണ് റോമൻ ആക്രമണത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടുതന്നെ അവർക്ക് കഴിയുന്നത്ര കാലം പിടിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. മധ്യഭാഗത്ത് ലൈറ്റ് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയപ്പോൾ ഇടതുവശത്തെ കാർട്ടേജിൻ കുതിരപ്പട റോമൻ കുതിരപ്പടയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ പിന്തുടർന്ന് സ്പാനിഷ് ഗാലിക് കുതിരപ്പട റോമൻ കുതിരപ്പടയുടെ ആദ്യ നിരകളെ ചിതറിച്ചു. ചില റോമൻ കുതിരക്കാർ താഴെയിറങ്ങി കാലാൾപ്പടയായി യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ കാർത്തേജിനുകാർ അവരുടെ സ്ഥാനങ്ങളെ വളയുകയും താഴേക്ക് വലിച്ചിടുകയും ചെയ്തു. എണ്ണത്തിൽ 3 ഇരട്ടിയായിരുന്നിട്ടും ഇടുങ്ങിയ സ്ഥലങ്ങൾ കാർത്തേജിൻ കുതിരപ്പടയുടെ എണ്ണത്തിലെ മുൻതൂക്കം ഇല്ലാതാക്കി. ഹസ്ദ്രുബാൾ തന്റെ സൈനികരെ മികച്ച രീതിയിൽ നിയന്ത്രിച്ചതുകൊണ്ട് പെട്ടെന്നുള്ള ആക്രമണത്തിൽ റോമൻകാർ കീഴടങ്ങി. റോമൻ കുതിരപ്പടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പലരും ചിതറി ഓടിപ്പോയി. കാർത്തേജിയൻകാർ അവരെ പിന്തുടർന്നു. മറ്റുള്ളവർ കാർത്തേജിയൻ ആക്രമണത്തെ പരമാവധി തടഞ്ഞു നിർത്താൻ ഒത്തുകൂടി. പൗലുസ് തന്റെ കൂട്ടരുമായി രക്ഷപ്പെട്ട് മധ്യഭാഗത്തെ യുദ്ധത്തിൽ ചേരാൻ നീങ്ങി. അതേസമയം മറുവശത്ത് നൂമിഡിയൻകാർ ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങളിലൂടെ ഇറ്റാലിയൻ കുതിരപ്പടയെ തടഞ്ഞു നിർത്തി. ഇരുവശങ്ങൾക്കും മുൻതൂക്കം നേടാൻ കഴിഞ്ഞില്ല. മധ്യഭാഗത്ത് പ്രൊജക്ടൈൽസുകളുടെ നീണ്ട പോരാട്ടത്തിനു ശേഷം റോമൻ ലീജനുകൾ അടുത്തപ്പോൾ സ്കിർമിഷർമാർ കാലാൾപ്പടയുടെ പിന്നിലേക്ക് പിൻവാങ്ങി. റോമൻ ലീജനുകളുടെ നിരകൾ ഒരു ഭീഷണിയായ കാഴ്ചയായിരുന്നു. അവരവരുടെ ആയുധങ്ങൾ പരിചികളിലടിച്ചു, കാഹളങ്ങൾ മുഴക്കി.
റോമൻ സൈനികരുടെ ഒരു വലിയ കൂട്ടം ശത്രുക്കളുമായി ഏറ്റുമുട്ടിയപ്പോൾ ഹാനിബാളിന്റെ മധ്യഭാഗം റോമൻ ആക്രമണത്തിന്റെ മാരകമായ ആക്കം കുറച്ചു. നെഞ്ചിലൊന്നും ധരിക്കാതിരുന്ന ഗോളുകൾ നീളമുള്ള വാളുകൾ കൊണ്ട് ശത്രുക്കളെ വെട്ടി. അതേസമയം വെളുത്ത കുപ്പായങ്ങളണിഞ്ഞ സ്പാനിഷുകാർ ചെറിയ വാളുകൾ കൊണ്ട് കുത്തി. അവർക്ക് കുറച്ചുകാലം ശത്രുക്കളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു. എന്നാൽ കൂടുതൽ റോമൻ സൈനികർ യുദ്ധത്തിനിറങ്ങിയപ്പോൾ റോമൻ മുന്നേറ്റം അനിവാര്യമായും അവസാനം മധ്യഭാഗത്തെ കാർത്തേജൻ നിര തകർന്നു. റോമൻ വെളേറ്റുകൾ ആക്രമണത്തെ പിന്തുണച്ചപ്പോൾ കാർത്തേജൻ കാലാൾപ്പടയുടെ വശങ്ങളെ ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ഹാനിബാളും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും സൈനികരോട് റോമൻ ആക്രമണത്തെ ചെറുക്കാനും പതിയെ പിന്നോട്ട് നീങ്ങാനും ആക്രോശിച്ചു. സ്ക്യൂട്ടം പരിചികളുടെ ഭിത്തിക്കു മുന്നിൽ തളർന്ന അവർക്ക് ശത്രുക്കളുടെ മുന്നിൽ പിന്നോട്ട് നീങ്ങുന്നത് അപകടകരമായിരുന്നു. കുറച്ചു സൈനികർ ഭാരം താങ്ങാനാവാതെ ചിതറിപ്പോകാൻ മതിയായിരുന്നു. അത് രൂപീകരണത്തെ തകർത്ത് ഒരു തോൽവിക്കു കാരണമായേനെ. എന്നാൽ കാർട്ടേജിൻ പടത്തലവനും അദ്ദേഹത്തിന്റെ പ്യൂണിക് ക്യാപ്റ്റന്മാരും മുന്നിൽ നിന്നും സൈനികരോടൊപ്പം യുദ്ധം ചെയ്തു. സൈനികരെ ധൈര്യപ്പെടുത്തി പിൻവാങ്ങുന്നത് ശ്രദ്ധാപൂർവം നിയന്ത്രിച്ചു. യുദ്ധം പിടിച്ചു നിർത്തുകയും യുദ്ധക്കളത്തിലെ മറ്റു സംഭവങ്ങൾ സംഭവിക്കുന്നതുവരെ സമയം നേടുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു. വലതുവശത്തെ കുന്നുകൾക്കരികിൽ നൂമിഡിയൻ കുതിരപ്പട ചെറിയ സംഘങ്ങളായി യുദ്ധം ചെയ്തു. അവർ തങ്ങളുടെ ജാവലിനുകൾ എറിഞ്ഞ് ശത്രുക്കൾക്ക് അവരെ തടഞ്ഞു നിർത്തുന്നതിനു മുൻപ് വേഗത്തിൽ പിൻവാങ്ങി. എന്നാൽ അവരുടെ ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല. വാരോ അവരെ പിന്നോട്ടു തള്ളാൻ ശ്രമിക്കാതെ അവിടെത്തന്നെ നിന്നു. റോമൻ കുതിരപ്പടയുടെ പ്രധാന ചുമതല കാലാൾപ്പടയുടെ ആക്രമണം വിജയിക്കുന്നതുവരെ ശത്രുക്കൾക്ക് വശങ്ങളിലൂടെ വളയാൻ അവസരം നൽകാതെ തടഞ്ഞു നിർത്തുക എന്നതായിരുന്നു. എന്നാൽ മറുവശത്ത് കാർത്തീജിൻ കുതിരപ്പട റോമൻ കുതിരപ്പടയെ നശിപ്പിച്ച് അവരെ യുദ്ധക്കളത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കി. ഇനി ഹർദ്രുബാളിന് റോമൻ സൈന്യത്തിന്റെ പിന്നിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ വാറോയുടെ സഖാദ്യകളുടെ കുതിരപ്പടയെ വളയുകയോ ചെയ്യാൻ സഹായിക്കുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ ആദ്യം ഓടിപ്പോയ സൈനികരെ പിന്തുടർന്ന് ക്ഷീണിതരായ തന്റെ സൈനികർക്ക് വിശ്രമം നൽകേണ്ടത് ആവശ്യമായിരുന്നു. മധ്യഭാഗത്ത് കാർത്തേജൻ കാലാൾപ്പട പിന്നോട്ടു മാറിയപ്പോൾ റോമൻ സൈനികർ മുന്നോട്ടു നീങ്ങി. നിലവിളികളുടെയും ആയുധങ്ങളുടെയും ശബ്ദങ്ങൾക്കിടയിലൂടെ സെഞ്ചുറിയന്മാരും ട്രിബ്യൂണുകളും ആക്രോശിച്ചു. സൈനികർക്ക് കൂടുതൽ സൈനികരെ മധ്യഭാഗത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകി. അതുടനെ തകരുമെന്ന് തോന്നിയെങ്കിലും ഹാനിബാളും മാഗോയും സൈനികരെ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു. സ്പാനിഷ് ഗാലിക് കുതിരപ്പട സഹായത്തിനെത്തുമെന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ കൂടുതൽ റോമൻ സൈനികർ ഉള്ളിലേക്ക് കടന്നപ്പോൾ റോമൻ മുന്നേറ്റം അനിവാര്യമായും അവസാനം മധ്യഭാഗത്തെ കാർത്തേജിൻ നിര തകർന്നു. ഗോളുകളും സ്പാനിഷുകാരും ആദ്യം ശത്രുവിനെ അഭിമുഖീകരിച്ച് പിന്നോട്ട് നീങ്ങി. ചെറിയ ഏറ്റുമുട്ടലുകൾ നടന്നുവെങ്കിലും അവർ ചിതറിയോടി. ശത്രുക്കൾ ഓടിപ്പോകുന്നത് കണ്ട പൗളുസും സെർവീലിയസും കൂടുതൽ സൈനികരെ വിടാൻ തയ്യാറായി. കാർത്തേജിയൻ സൈന്യത്തിന് വീണ്ടും ഒരുമിക്കാനും പ്രതിരോധം ശക്തമാക്കാനും അവരൊരവസരവും നൽകില്ല. തിരക്കേറിയ റോമൻ സൈന്യം മുന്നോട്ടു കുതിച്ചു. പിളർപ്പിന് ഇരുവശത്തുമുള്ള ഹാനിബാളിന്റെ കാലാൾപ്പടയ്ക്ക് അവരുടെ നിരകൾ നിലനിർത്താൻ കഴിഞ്ഞു. എന്നിട്ടും അവർ ചിട്ടയായി പിന്നോട്ടുപോയി. അതേസമയം യുദ്ധക്കളത്തിന്റെ മുകളിൽ റോമൻ കുതിരപ്പടയെ കീഴടക്കാതെ മധ്യഭാഗത്തെ ലീജിയനുകളെ ആക്രമിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹസ്ദ്രുബാൾ തന്റെ കുതിരപ്പടയെ വീണ്ടും ഒരുമിപ്പിച്ചു. വാറോയുടെ സൈന്യത്തിനു നേരെ പാഞ്ഞെടുത്തു. അതുവരെ വാറോ വശത്തെ യുദ്ധത്തിൽ വിജയിച്ചിരുന്നു. എന്നാൽ അടുത്തുവരുന്ന കാർത്തേജ്യക്കാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, മറുഭാഗത്തെ റോമൻ കുതിരപ്പട ഓടിപ്പോയി എന്ന്. യുദ്ധം തോറ്റുപോയെന്നും തനിക്ക് മുന്നിലുള്ള മുന്നണി ശത്രുസൈന്യത്തെ നേരിടാൻ കഴിയില്ലെന്നും ഉറപ്പില്ലാതെ വാറോ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി. നൂമിഡിയക്കാർ അവരെ പിന്തുടർന്നു. ഹസ്ദ്രുബാളിന് വീണ്ടും തന്റെ കുതിരപ്പടയെ വിശ്രമിക്കാൻ നിർത്തേണ്ടിവന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അവരെ റോമൻ കാലാൽപ്പടയുടെ പിന്നിലേക്ക് തിരിക്കാൻ കഴിയുമായിരുന്നു. മധ്യഭാഗത്ത് ആയിരക്കണക്കിന് റോമൻ സൈനികർ ശത്രുക്കളെ പൂർണ്ണമായി കീഴടക്കാൻ മുന്നോട്ടു പാഞ്ഞു. അവർ വിടവിലേക്ക് മുന്നോട്ടു നീങ്ങിയപ്പോൾ സൈനികർക്കിടയിലെ ബന്ധം പൂർണ്ണമായി നശിച്ചു. ഉദ്യോഗസ്ഥർക്ക് ചുരുക്കം ചില സൈനികരെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇതൊരു പ്രശ്നമായിരുന്നില്ല. ശത്രുവിന്റെ മധ്യഭാഗത്ത് കടന്നുപോയതുകൊണ്ട് റോമൻകാർക്ക് വിജയം ഉറപ്പായിരുന്നു. മുൻ വിജയങ്ങളിൽ ഹാനിബാൾ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ കാനയിലെ ഈ യുദ്ധക്കളം അദ്ദേഹത്തിനൊരു പതീരിപ്പാക്രമണം നടത്താൻ അവസരം നൽകിയിരുന്നില്ല. എന്നാൽ റോമൻ സൈന്യത്തിന്റെ കൂട്ടം മുന്നോട്ടു നീങ്ങിയപ്പോൾ അവർക്ക് ചുറ്റും ലിബിയൻ കാലാൾപ്പടയുണ്ടായിരുന്നു. അവർ മുന്നോട്ടു നീങ്ങുന്ന സൈനികർക്കെതിരെ നീങ്ങാൻ തുടങ്ങി. വീണ്ടും കാർത്തേജിയൻ പടത്തലവൻ റോമൻകാരുടെ ബുദ്ധിയെ കവച്ചുവച്ചു. തന്റെ സൈന്യത്തിന്റെ പിന്നിലൊളിഞ്ഞിരുന്ന ലിബിയന്മാരുടെ സ്ഥാനം മറച്ചുവച്ചും യുദ്ധത്തിലുയർന്ന പൊടിപടലങ്ങൾ ഉപയോഗിച്ചും ഒരു തുറന്ന മൈതാനത്തിൽ തന്റെ മികച്ച കാലാൾപ്പടയെ ശത്രുക്കളിൽ നിന്ന് മറയ്ക്കാൻ ഹാനിബാളിന് കഴിഞ്ഞു. റോം ഇതുവരെ സജ്ജമാക്കിയതിൽ വച്ച് ഏറ്റവും വലിയ സൈന്യത്തെ അദ്ദേഹം പരസ്യമായ ഒരു പതിയരിപ്പാക്രമണത്തിലേക്ക് നയിച്ചു.
ലിബിയന്മാർ ഈ ചിട്ടയില്ലാത്ത വലിയ സൈന്യത്തെ രണ്ട് ഭാഗത്തുനിന്നും ആക്രമിച്ചപ്പോൾ റോമൻ ആക്രമണത്തിന്റെ ആക്കം ഇല്ലാതായി. സൈനികൾ ആരുടെയും നിയന്ത്രണത്തിലായില്ല. ഹാനിബാളും മാഗോയും ചിതറിപ്പോയ ഗാലിക് സ്പാനിഷ് സൈനികരെ വീണ്ടും ഒരുമിപ്പിച്ച് യുദ്ധത്തിൽ ചേർന്നു. മറുഭാഗത്ത് ഹസ്ദ്രുബാൾ റോമൻ കാലാൽപ്പടയുടെ പിന്നിൽ നിന്ന് ആക്രമണം തുടങ്ങി. ലീജിയനുകൾക്ക് പിടിച്ചുനിൽക്കാൻ കഴിഞ്ഞില്ല. റോമൻ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പരാജയം അനിവാര്യമായിരുന്നു. സൈനികരുടെ നിരകൾ പൂർണ്ണമായി കൂട്ടിക്കുഴഞ്ഞതുകൊണ്ട് അവർക്ക് വീണ്ടും രൂപീകരണം നടത്താൻ കഴിഞ്ഞില്ല. ഇതിലെല്ലാം മോശമായി, ലിബിയൻ സൈനികർക്ക് റോമൻ ലീജിയനുമായി സാമ്യമുണ്ടായിരുന്നു. ട്രെബിയ, ട്രസിമൻ, ജെറോനിയം എന്നിവിടങ്ങളിൽ കൊല്ലപ്പെട്ട സൈനികരിൽ നിന്ന് ലഭിച്ച റോമൻ കവചങ്ങൾ, ഹെൽമറ്റുകൾ, പരിചകൾ ഇവയായിരുന്നു അവർ ധരിച്ചിരുന്നത്. വശങ്ങളിൽ സുരക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ റോമൻ സൈനികരുടെ പരിഭ്രാന്തി അധികം വൈകാതെ ഭയമായി മാറി. റോമൻ കാലാൾപ്പടയുടെ ഒരേയൊരു ശക്തിയായ ആഴത്തിലുള്ള രൂപീകരണത്തെ ഹാനിബാൾ അവർക്കെതിരെ തിരിച്ചുവിട്ടു. ഒന്നിലധികം ആക്രമണങ്ങളുടെ സമ്മർദ്ദത്തിൽ അവരുടെ നിരകൾ ചുരുങ്ങിയപ്പോൾ ഇടുങ്ങിയ സ്ഥലത്ത് നീങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സെഞ്ചൂറിയന്മാരും ട്രിബ്യൂണുകളും ധൈര്യസമേതം യുദ്ധം ചെയ്യാൻ തുടങ്ങി. പൗലൂസും സെർവില്യസും ധീരമായി പോരാടി. എന്നാൽ യുദ്ധത്തിനിടയിൽ ഇരുവരും കൊല്ലപ്പെട്ടു. ചിലർ ചെറിയ സൈനിക സംഘങ്ങൾ രൂപീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ പലരും ക്ഷീണിതരായിരുന്നു. ദിവസത്തിന്റെ ബഹുഭാഗം സമയവും കാത്തിരുന്ന പുതിയ ലിബിയൻ സൈനികരെ നേരിടാൻ അവർക്ക് കഴിഞ്ഞില്ല. ചില റോമൻ സൈനികർ ക്ഷീണവും തളർച്ചയും കാരണം പോരാട്ടം അപേക്ഷിച്ചു. മണിക്കൂറുകൾ കടന്നുപോയപ്പോൾ യുദ്ധം ഏകപക്ഷീയമായൊരു കൂട്ടക്കൊലയായി മാറി. രാത്രിയാകുന്നതുവരെ യുദ്ധം തുടർന്നു. എന്നാൽ യുദ്ധത്തിന്റെ ഈ അവസാന ഘട്ടത്തിൽ കാര്യമായ തന്ത്രങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. കാർത്തേജിയക്കാർ കുടുങ്ങിയ കാലാൾപ്പടയെ വ്യവസ്ഥിതമായി കൊലപ്പെടുത്തി. അവസാനം റോമൻ പ്രതിരോധം തകർന്നു. ശേഷിച്ചവർക്ക് രക്ഷപ്പെടാൻ റോമൻ ക്യാമ്പുകളിലേക്കും അടുത്തുള്ള പട്ടണങ്ങളിലേക്കും ഓടേണ്ടിവന്നു. ഹാനിബാൾ ഒരവിശ്വസനീയമായ വിജയം നേടിയിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും ഏകദേശം 50,000 റോമൻ കാലാൾപ്പടയും 2700 കുതിരപ്പടയും കാനയിലെ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെടുകയോ മരണത്തോട് മല്ലിടുകയോ ചെയ്യുകയായിരുന്നു. ഈ ഭയാനകമായ കാഴ്ച കഠിനഹൃദയരായ നിരീക്ഷകരെ പോലും ഭയപ്പെടുത്തി. ഏകദേശം 3000 ടൺ മനുഷ്യമാംസമാണ് ഓഗസ്റ്റ് മാസത്തെ സൂര്യതാപത്തിൽ അഴുകാൻ കിടന്നത്. ഹാനിബാളിന്റെ തന്ത്രപരമായ മാസ്റ്റർപീസിന്റെ യഥാർത്ഥ ഫലങ്ങൾ. എന്നാൽ ഈ കൂട്ടക്കൊലയ്ക്ക് ഹാനിബാളിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ 5700 സൈനികർ മരിച്ചു. പുരാതനകാലത്തെ വിജയിച്ച സൈന്യത്തിനിതൊരു വലിയ സംഖ്യയായിരുന്നു. അതന്ന് നടന്ന കഠിന പോരാട്ടത്തിന്റെ തെളിവാണ്. എങ്കിലും യുദ്ധത്തിന്റെ അവസാനം വരെ കാർത്തേജിയൻ സൈന്യത്തിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും റോമൻ നേതൃത്വം പൂർണ്ണമായി നശിച്ചു. കോൺസൽ പൗലുസ്, പ്രകോൺസൽ സെർവീലിയസ്, മാർക്കസ് മിനൂഷ്യസ് റൂഫസും 80 സെനറ്റർമാരും 2 ക്വെസ്റ്റർമാരും 30 ക്വെസ്റ്റിയന്മാരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പലരെയും തടവുകാരാക്കുകയും അടിമകളാക്കുകയും ചെയ്തു. റോമിന്റെ സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഇത്ര വലിയൊരു പരാജയം അതിനു മുൻപുണ്ടായിരുന്നില്ല. അങ്ങനെ ക്രിസ്തുപൂർവം 216 ഓഗസ്റ്റ് 2 രാത്രിയായപ്പോൾ റോമിന്റെ ഭാവി തന്നെ സംശയത്തിലായിരുന്നു.